കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സേതുവിനോട് പല്ലവി ആ കാര്യങ്ങളൊക്കെ പറയണേ. ഒരു പക്ഷെ പ്രതാപന്റെ കയ്യിൽ നിന്ന് ഒരിടത്തേക്കും പണം പോയിട്ടുണ്ടായിരിക്കില്ല. ആ പണമല്ല വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് കാണുമെന്ന് പറയണം. അല്ല അതിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ അത് അവിടുന്ന് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. പ്രതാപന് തരുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അതിനൊക്കെ ഒരു വഴിയുണ്ട്. ധൈര്യമായിട്ടിരിക്കും സേതുവേട്ടാ, ഒരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് പല്ലവി നേരെ കോളേജിലേക്ക് ചെല്ലുക. അങ്ങനെ കോളേജിലേക്ക് ചെന്ന സമയത്ത് അവിടെ നാടകത്തിന്റെ പ്രാക്ടീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ സാറും കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് ചെന്നു. പല്ലവി എന്നിട്ടിച്ചു, അല്ല ഇത്തവണ നമുക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമല്ലോ അല്ലേന്ന് ചോദിക്കാം. അതെന്താ മിസ്സേ അങ്ങനെ ഒരു ചോദ്യം? ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ കിട്ടിയില്ല നാണക്കേടാ, ഞാനും കൂടെ കൂടെയുള്ളൊരു കാര്യമല്ലേ, ഞാനല്ലേ എന്റെ മേൽനോട്ടം വഹിക്കണേ, അപ്പൊ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മോശക്കേടല്ലേന്ന് ചോദിക്കും. അത് ശരിയാ മിസ്സേ എന്ന് പറയണം. അതെ നമ്മളിപ്പോ സ്റ്റേജിൽ മാത്രം ഡാൻസ് കളിച്ചിട്ട് സ്റ്റേജിൽ മാത്രം നാടകം കളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ജീവിതത്തിലും കൂടെ ഒരു നാടകം കളിക്കണ്ടേന്ന് ചോദിക്കുക. ജീവിതത്തിൽ നാടകം കളിക്കണോ? എന്താ മിസ്സേ പറയണേ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് അതിലൊരുത്തം പറയണം. അത് പിന്നെ നമ്മുടെ കോളേജിലുള്ള സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, അവളുടെ ടെക്സ്റ്റൈൽസ് ഷോപ്പുണ്ട്, പൂർണിമ ടെക്സ്റ്റൈൽസ്. അതിൽ നിന്ന് പ്രതാപൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ അറിയാമല്ലേ, അവൻ കുറെ പണം കടം മേടിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ കൊടുക്കുന്നില്ല. അവനിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും കുട്ടികൾ ചോദിച്ചു, അല്ല നമ്മൾ എന്ത് ചെയ്യുന്ന മിസ് പറയണമെന്ന് ചോദിക്കാം. അതിൻ്റെ ഒരു വഴിയുണ്ട്. ഒരു ടീച്ചർ ഒരിക്കലും ഇങ്ങനെ പറയാനും ചെയ്യാനൊന്നും പാടില്ലാത്ത, പക്ഷേ എങ്കിൽ ചില സമയത്ത് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ചില പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയാം. അല്ല മിസ്സേ, മിസ്സിന്റെ പ്ലാൻ എന്താന്ന് ചോദിക്കാം. അതിന് നമ്മൾ പ്രതാപന്റെ വീട്ടില് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തണമെന്ന് പറയണം. ഇൻകം ടാക്സ് റെയ്ഡോ? അതെ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ പണം തിരികെ കിട്ടുമെന്ന് പറയണം. ഒരു കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പ്രതാപൻ ഒരിക്കലും ആ പണം തിരികെ കൊടുക്കില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ അവര് നാടകം കളിക്കാണ്ട് തയ്യാറാവുകയാണ്. പിന്നീട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ വേഷത്തിൽ അവരങ്ങനെ പ്രതാപന്റെ വീട്ടിലേക്ക് വരിക. ഈ സമയം പല്ലവി പുറത്ത് ഗേറ്റിന്റെ വെളിയിൽ വെച്ച് കുറച്ച് മാറി ഇങ്ങോട്ട് നിന്നുള്ളൂ. കാരണം പല്ലവിക്കറിയാം തനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല, തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പണി പാളൂ എന്നുള്ള കാര്യം. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പല്ലവി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഥവ് തുറന്ന് പത്മയാണ്. പത്മ കഥവ് തുറന്നിട്ട് ആരാ എന്താന്ന് ചോദിക്കുക. ഞങ്ങള് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോ അവരും ഞെട്ടി. പെട്ടെന്ന് എന്താ വേണ്ടെന്ന് ചോദിക്കുക. നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക. ഇല്ല. എവിടെയാ? ഒളിവില്ലാന്ന് പറയണ. എന്നാ പെട്ടെന്ന് വിളിക്കുക, പുറത്ത് വരാൻ പറ, ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഇവിടെ റെയ്ഡ് നടക്കുമെന്ന് പറ. റെയ്ഡോ? അതെ റെയ്ഡ് നടക്കുക, നിങ്ങളുടെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കുക, അല്ലെങ്കിൽ പണി വാളൂന്ന് പറയണം. അവസാനം പെട്ടെന്ന് തന്നെ സങ്കടത്തോടെയും അതോടൊപ്പം തന്നെ ആകെപ്പാടെ പേടിച്ചരണ്ട് പത്മ പ്രതാപനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രതാപേട്ട പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഇവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുവാന്ന് പറയണം. കേട്ട പാതി കേൾക്കാത്ത പാതി ഇന്ദ്രന്റെ മാളത്തിൽ നിന്ന് ഇറങ്ങി ഓടി വരുവാണ് പ്രതാപൻ വീട്ടിലേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ദൈവമേ പെട്ടല്ലോ എന്ന് ഓർക്കണം. എന്താ സാർ എന്താ കാര്യം ചോദിക്കാം. എടോ താൻ ആ പണമല്ലേ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ചോദിക്കുക. ഏത് പണമാ സാറേ? എനിക്ക് പണത്തെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറയാം. ദേ രാഷ്ട്രീയക്കാരന്റെ യഥാർത്ഥ സ്വഭാവം എടുത്താണ്ടല്ലോ മേടിച്ച് കെട്ടുകൊള്ളും, താൻ അകത്ത് പോയി കിടക്കും എന്ന് പറഞ്ഞിട്ടാ. അതിലൊരു കൊച്ചു പറഞ്ഞു, അതെ സെക്ഷനും കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കള്ളപ്പണം വെളുപ്പിക്കല് എന്തൊക്കെ കുറ്റങ്ങൾ തന്റെ തലയിൽ വരുമെന്നറിയോ. രാജ്യദ്രോഹ കുറ്റം, അതോടൊപ്പം തന്നെ തീവ്രവാദം എന്ന് വേണ്ട എല്ലാം ചുമത്തിയായിരിക്കും തന്നെ അകത്തിടാനായിട്ട് പോതെ. സത്യം പറയുവാണെങ്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അകത്ത് പോയി കിടക്കും എന്ന് പറയാം. സാറേ അത് പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. അറിയത്തില്ലല്ലേ? തനിക്കെതിരെ കൃത്യമായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട്. പൊന്നും പടത്തിൽ നിന്ന് താൻ പണം കുറെ അടിച്ചു മാറ്റിയിട്ടില്ലേ, പണം വാങ്ങിയിട്ടില്ലേ, ആ പണമൊക്കെ എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്, സത്യം പറയുന്നു പറയാണ്. പ്രതാപന് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് പ്രതാപൻ ഇങ്ങനെ ആലോചിച്ചു, അല്ല അത് പിന്നെ ഞാൻ പറയണമായിരിക്കും ബുദ്ധി എന്ന് പറയാം. പത്മ പറഞ്ഞു, എവിടെയാന്ന് പറയാണ്. അങ്ങനെ പ്രതാപൻ എന്ത് ചെയ്യണം, നേരെ പൂജാമരുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ പൂജാമരുടെ അകത്തേക്ക് കയറി. അപ്പൊ വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹത്തിനടിയിൽ ആണ് ഒരു പെട്ടിക്കകത്താണ് ഈ പണം വെച്ചിരുന്നത്. അപ്പൊ ആ പെട്ടിയുടെ മുകളില് വലിയ പട്ടൊക്കെ വിരിച്ച് അതിന് മുകളിലാണ് ദൈവത്തെ വെച്ചിരുന്നത്. പ്രതാപന് ബുദ്ധി ഭയങ്കര കൂടുതലാണ്. കാരണം അതാരും പെട്ടെന്ന് ശ്രദ്ധിക്കത്തുമില്ലോ. ഒരു വിഗ്രഹം ഇങ്ങനെ ഇരിക്കണു, അതിൻ്റെ അടിയിൽ ആ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല, പ്രത്യേകിച്ച് മൂടി വെച്ചിരിക്കുന്നതാണല്ലോ. അങ്ങനെ പ്രതാപൻ ആ പെട്ടി എടുത്തു. എന്റെ ഭഗവാനെ കാത്തോണെന്ന് പറഞ്ഞ പെട്ടി എടുക്കുവാണ്. അങ്ങനെ പെട്ടി എടുത്തോടനെ അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അവർ തുറന്നു നോക്കിയപ്പോൾ നിറച്ച് ഫുൾ പണമാണ്. കാരണം
ഋതുവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച പണം മുഴുവനുണ്ട്. 1 രൂപ കുറഞ്ഞിട്ടുമില്ല, 1 രൂപ കുറെ കൂടിയിട്ടുമില്ല. ആ പണം മുഴുവനുണ്ട്. പിന്നീട് സാറേ ദൈവത്തെ ഓർത്തത് കേസാക്കല്ല, എന്റെ എന്നെ അകത്താക്കരുതെന്നൊക്കെ പറയണം. തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി മേലാൽ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ താൻ അകത്ത് പോയി കിടക്കുമെന്ന് പറയണം. അങ്ങനെയെല്ലാം പറഞ്ഞ് പെട്ടിയും പണം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊരു പെൺകുട്ടി പറഞ്ഞു, ഇതോടുകൂടി നാടകം അവസാനിച്ചിരിക്കുന്നു, ബെല്ലടിക്കാൻ പറയണം. ബെല്ലടിക്കാനോ? നാടകമോ? പ്രതാപനൊന്നും മനസ്സിലായില്ല. ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴത്തേനും അതിലൊരാൾ പറഞ്ഞു, അതെ ജീവിതം തന്നെ ഒരു നാടകമല്ലേ, ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലോ പ്രതാപ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് പെട്ടിയായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പ്രധാനമായിട്ടിരുന്ന് കരയുവാണ്. എന്റെ ദൈവമേ, എന്റെ പെട്ടിയും പണവും പോയല്ലോ, എന്റെ ഈശ്വരന്മാരെ, ഞാൻ ഇനി എന്ത് ചെയ്യും, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമായിട്ടിരുന്ന് കരയുവാണ്. പിന്നീട് പെട്ടിയും പണമൊക്കെ ആയിട്ട് പൊന്നുമടത്തിലേക്ക് വരുവാണ് സേതുവും പല്ലവിയും കൂടെ. അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് പെട്ടിയും പണവും അവിടെ വെച്ചു. അതിനുശേഷം സ്വാതിയോട് പറഞ്ഞ് തുറക്കാൻ പറയണം. സ്വാതി തുറന്നു നോക്കിയപ്പോൾ നിറച്ചും പണം. ഈ സമയം സേതു പറഞ്ഞു, ഈ പണം ഏതെന്നറിയാവോ? പ്രതാപന് ഋതുവിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ പണമാണ്. 1 രൂപ കൂടിയിട്ടുമില്ല, 1 രൂപ കുറഞ്ഞിട്ടുമില്ല, അത്രയും എമൗണ്ട് മുഴുവൻ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും പൂർണ്ണിമയ്ക്ക് സന്തോഷമായി. മോനെ, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. ഒരു പക്ഷെ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് അല്ലെ ജപ്തിയുടെ വക്കീലെത്തി നിൽക്കുമായിരുന്നു പറയാം, നീ ആയിട്ടാണ് രക്ഷിച്ചെന്ന് പറയണം. അപ്പോഴേക്കാണ് ഋതു വരുന്നത്. ഋതു കണ്ടു ഇതൊക്കെ. ഋതു ഇങ്ങനെ അവിടെ മാറി നിൽക്കുകയാണ്. ഋതുവിന് അങ്ങോട്ടേക്ക് വരാൻ ഒരു മടി. പിന്നീട് ഋതു അങ്ങനെ നിൽക്കുന്നപ്പോൾ സാധുവിന്, ചേച്ചി എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. അങ്ങനെ ഋതു അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് സ്വാതി പറഞ്ഞു, വെള്ളിയേട്ടൻ ഇല്ലായിരുന്നേ കാണായിരുന്നു, വെള്ളിയേട്ടൻ ഉള്ളതുകൊണ്ടാ ഈ പണമൊക്കെ ഇപ്പൊ കിട്ടിയെന്ന് പറയണം. പെട്ടെന്ന് സേതു പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, ഇത് പല്ലവിയുടെ ബുദ്ധിയാണ്, പല്ലവിയുടെ നാടകം കളിച്ചുകൊണ്ടാണ്, ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയോണ്ടാ ഇപ്പൊ ഈ പണമൊക്കെ ഇവിടെ എത്തിക്കാൻ പറ്റിയെന്നൊക്കെ പറയാം. അങ്ങനെ കഥകളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് സേതുമാധവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ പണം കൊണ്ട് ബാങ്കിൽ അടയ്ക്കണം, ജപ്തി നടപടികളിൽ നിന്നൊക്കെ ഒഴിവാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അതെ ഞാൻ കൊണ്ടേ അടച്ചോളാം, എനിക്കറിയാം ഈ പണം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പണം എടുക്കാൻ വന്നപ്പോഴത്തേനും പൂർണ്ണി പറഞ്ഞു, പണത്തെ തൊട്ടുപോയേക്കല്ലെന്ന് പറയണേ. എന്താമ്മ പറഞ്ഞേ? അതെ സേതു കൈകാര്യം ചെയ്തോളും, അവനറിയാം എന്ത് ചെയ്യണമെന്ന്, ബാങ്കിൽ അടയ്ക്കണമെങ്കിൽ അവൻ കൊണ്ടേ അടച്ചോളൂ എന്ന് പറയണം. സേതു പറഞ്ഞു, അതെ അമ്മേ ഞാൻ കൊണ്ടേ അടച്ചോളാം, എനിക്കറിയാം കൊണ്ടേ അടയ്ക്കാനായിട്ടെന്ന് പറയണം. ചിലപ്പോൾ ഋതു പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഞാനല്ലേ കൊണ്ടേ അടയ്ക്കേണ്ടെന്ന് ചോദിക്കുക. വേണ്ട നീ കൊണ്ടേ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഈ പണം നീ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ? സ്വാതി പറഞ്ഞു, അത് ശരിയാ, പ്രതാപന്റെ കയ്യിൽ നീ പണം മേടിച്ചെടുക്കാൻ പറ്റുമെന്ന് ചേച്ചി സ്വപ്നത്തിൽ കരുതിയ കാര്യമാണോ? അല്ലല്ലോ, ഈ പണം മേടിച്ചെടുത്താരാ? വല്യേട്ടൻ. അപ്പൊ ഇത് കൊണ്ടേ അടയ്ക്കാനുള്ള ബാധ്യത വല്യേട്ടനുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ചേച്ചിക്ക് യാതൊരു പേടിയും വേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഋതുവിന് ആ പടം കട്ടക്കലിപ്പായി. ഋതു പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് എറുപ്പുക. ഈ സമയം പൂർണ്ണിമ സേതുവോട് പറഞ്ഞു, നീ അതൊന്നും മൈൻഡ് ആക്കണ്ട മോനെ, അവൾ അങ്ങനെ പല കൂത്തും കാണിച്ചു നിൽക്കും, അതിനോടൊപ്പം തുള്ളാൻ നിൽക്കേണ്ട കാര്യമില്ല, നീ കൊണ്ടേ പണമൊക്കെ അടച്ചിട്ട് വാ, ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാകും. മാധവന്റെ ഏറ്റവും വലിയ സ്വപ്നം ആ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ്, അതിനെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ആ നടക്കുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയണം. പിന്നീട് സേതു പറഞ്ഞു, ഒരു പക്ഷേങ്കിലും ഞാൻ ഇത്ര പെട്ടെന്ന് ഇത് കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല, പല്ലവിയുടെ ബുദ്ധിപരമായ നീക്കം മൂലം പൂർണ്ണിമ എന്ന് പറയണം. എന്നാലും കിട്ടിയില്ലടാ മോനെ, അത് മതി എന്ന് പറയാം. സ്വാതി പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു വലിയേട്ടൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് സാധിക്കും എന്നുള്ള കാര്യം. ഇത് കേട്ടൻ പല്ലി പറഞ്ഞു, ആഹാ നീ ആള് കൊള്ളാലോ, ഇപ്പൊ നീ വലിയേട്ടന്റെ ആളായിട്ട് മാറിയല്ലേ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ അവർ സന്തോഷിക്കുക. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആ ഋതു അവള് നല്ല ദേഷ്യത്തിലാ പോയിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, നീ അവളെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്ത, അവളുടെ വലിയേട്ടൻ ആ സേതുവേട്ടൻ എന്നുള്ള കാര്യമൊക്കെ, അല്ലെങ്കിൽ തന്നെ ആ പണം കൊണ്ടുവരാനായിട്ടും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും സേതുവേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ട, അതിന്റെ ഒരു നന്ദിയെങ്കിലും അവൾക്ക് വേണ്ടേന്ന് ചോദിക്കാം. അത് ശരിയാ, ഋതുവിന്റെ സ്വഭാവം അറിയാലോ, അവൾ അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടർ സ്വഭാവം എന്ന് പറയാണ്. എത്ര വലിയ ക്യാരക്ടർ ആണെങ്കിലും ഒരുമാതിരി മനുഷ്യത്വം ഇല്ലാത്തവര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ശ്രീഹരി അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് ഋതുവിന്റെ അരിയിലേക്ക് പല്ലവില്ല ഋതുവിന്റെ അരിയിലേക്ക് അച്ചു ചെല്ലുവാണ്. അങ്ങനെ അച്ചുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഋതു ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. ഓഹോ എന്താന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേന്ന് ചോദിക്കണം. നീ എന്തിനാ അവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ടു പോന്നേ? അതെ വല്യേട്ടൻ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ സാധിച്ചേ, അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഋതു പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പണം കൊണ്ടേ അടയ്ക്കേണ്ട ആള് ഞാനല്ലേ കമ്പനിയുടെ MD, അപ്പൊ ഞാനല്ലേ കൊണ്ടേ അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുക. ഇതിപ്പോ എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ട് മനഃപൂർവ്വം ആ സേതു കൊണ്ടേ അടയ്ക്കുന്നതല്ലേ, പണം വാങ്ങിയത് ഞാനും കൊണ്ടേ അടയ്ക്കുന്ന സേതു, അപ്പൊ ക്രെഡിറ്റ് മുഴുവൻ സേതുവിന് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല വലിയേട്ടൻ അങ്ങനെ ഓർത്ത് ഒരിക്കലും ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. ഇതേ ഋതു നിനക്ക് ഇനിയും മാറാൻ സമയമുണ്ട്, നീ മാറിയില്ലെങ്കിൽ അത് കുടുംബത്തിന് വലിയ ആപത്താ വരുത്താൻ പോകുന്നേ, നീ സ്വന്തമായിട്ട് നിന്റെ കുഴി തോണ്ടല്ലെന്നൊക്കെ പറയാണ്. അതെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നീ കൂടുതൽ എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്ന് ഋതു അച്ഛനോട് പറയണം. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, ഞാൻ പറയാനുള്ള പറഞ്ഞു, ഈ വീട്ടിൽ എല്ലാവർക്കും മനമാറ്റം ഉണ്ടായി, പക്ഷെ നിനക്ക് മാത്രം ഉണ്ടാകത്തുള്ളൂ,
അതിന് കാരണക്കാരൻ നീ തന്നെ ഋതു എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിച്ചു. സ്വാതിയിൽ അച്ചു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ഋതു ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ നിൽക്കുകയാണ്. പിന്നീട് പ്രതാപന ഇങ്ങനെ ആകെപ്പാടെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി പൂജാമ്മയുടെ മുമ്പിൽ ഇരിക്കുവാണ്. എന്റെ ഭഗവാനെ, നീ ഇതൊന്നും കാണുന്നില്ലേ? എന്റെ ലക്ഷങ്ങളാ പോയത്. ഇനി എങ്ങനെ അത്ര പൈസ ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവരുടെ വരവ് ഒരിക്കലും പ്രതാപം പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.